ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജുബീസ് വണ്ടർ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പൈസി സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതിനാവശ്യമായ ചേരുവകൾ: ഒരു കപ്പ് പാല്, അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ പാലുകൂടി ചേർക്കുക, 2 മുട്ട, ചപ്പ്, വേവിച്ച് വെച്ച ബീഫ്, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, ഒരു ചെറിയ പീസ് ചിക്കൻ ക്യൂബ്, 2 പച്ചമുളക് അരിഞ്ഞത്, 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1 കപ്പ് മൈദ, 2 മീഡിയം സവാള അരിഞ്ഞത്, ഒരു 4 പീസ് ക്യാപ്സിക്കം റൗണ്ടിൽ കട്ട് ചെയ്ത്. ഇനി ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനു വേണ്ടി മൈദയും മുട്ടയും സൺഫ്ലവർ ഓയിലും പാലും എല്ലാം ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുട്ടയുടെ ആ ചീത്ത സ്മെല്ലും ആ ടേസ്റ്റൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യമുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ മിക്സിയിലിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുന്ന് ഞാനിത് ഈക്വൽ ക്വാണ്ടിറ്റി ആയിട്ട് 2 ബൗളിലേക്ക് മാറ്റുകയാണ്. 2 ലെയറായിട്ടാണ് ഇത് ചെയ്യുക. ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർക്കുക. നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൽ ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ഒക്കെ ചേർത്ത് വേവിച്ചതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് വേവിച്ചതാണ്. അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് ഒന്നുകൂടി ടേസ്റ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സവാള വഴറ്റിയെടുക്കുക. ഒരുപാട് വഴലണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ടാൽ മതി. ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പ് വേണ്ട. ഈ ബാറ്ററിലും അമ്മമാർ ബീഫ് വേവിച്ചതിലൊക്കെ ഉപ്പുള്ളതാണ്. പിന്നെ മുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ചെറിയ പീസ് ചിക്കൻ ക്യൂബ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത്. ഉപ്പ് നോക്കുക. ഇനി വേവിച്ച് വെച്ച് ബീഫ് കൂടി ചേർക്കുക. കുറച്ച് ചപ്പ് കൂടെ ആഡ് ചെയ്യുക. ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ എല്ലായിടത്തും തൂവി കൊടുക്കുക. ലോ ഫ്ലെയിമിലിടണം. എന്നിട്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒരു ബൗളിലുണ്ടായിരുന്ന ബാറ്റർ ആദ്യം ഒഴിച്ചു കൊടുക്കുക. ഒരു 4 മിനിറ്റോളം മൂടി വെച്ച് വേവിക്കുക. ലോ ഫ്ലെയിമിൽ കേട്ടോ. ശേഷം തുറന്ന് നോക്കുക. ഒരു ബബിൾസ് പോലൊക്കെ മേലെ കാണാം. ഇനി അതിലേക്ക് ഈ ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. അരികിൽ കിടണ്ട, കുറച്ച് സെൻട്രലായിട്ട് ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ ബൗളിലുണ്ടായിരുന്ന ബാറ്ററി
സൈഡിൽ നിന്നായി സെൻറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മൊത്തത്തിലൊന്ന് കവർ ചെയ്യുക. ബാക്കിയുള്ള ഫില്ലിങ് മേലെ ഇട്ട് കൊടുക്കുക. കുറച്ച് ചപ്പും മേലെ ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം വെച്ചൊന്ന് അലങ്കരിക്കുക. ഇനി ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് താഴെ വേറൊരു ഫ്രൈ പാൻ വെച്ചെടുക്കുക. ആ ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ച ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അങ്ങനെ അരമണിക്കൂർ വേവിച്ചെടുക്കുക. അരമണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ഉൾഭാഗമൊക്കെ വെന്തോന്ന് നോക്കുക. അതിനുശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് പൊട്ടിക്കുക. അതിൻ്റെ മേൽഭാഗം ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കണം. വലിയാൻ വേണ്ടിയിട്ടും ഫ്രൈ ആവാൻ വേണ്ടിയിട്ടുമാണ്. അതിന് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലിട്ടൊന്ന് മൊരിച്ചെടുക്കുക. ഒരു 5 മിനിറ്റോളം മതി. ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൊരിച്ചെടുക്കുക. ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് പോള റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക.